ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് വെച്ചാൽ വളരെ എളുപ്പമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ അതിൻ്റെ പേരാണ് മൊഡ്യൂൾ. സോ എന്താണ് മൊഡ്യൂൾ ഓപ്പറേറ്റർ എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ ഒരു പ്രോഗ്രാം വഴി നമുക്ക് പഠിക്കാം. സോ വോയിഡ് മെയിൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം മെയിൻ ഫങ്ഷനാണിത്. സോ ഇതിനുള്ളിൽ നമുക്ക് ഒരു ഇൻറ്റ് എ ഈക്വൽ ടു 10, പിന്നെ അതുപോലെ തന്നെ ഇൻറ്റ് പി ഈക്വൽ ടു 2 പാസ് ചെയ്യാം. സോ ഇൻറ്റ് സി ഈക്വൽ ടു എന്താണ്, 2 മൊഡ്യൂളാർ, സോറി 2 അല്ല, എ മൊഡ്യൂളാർ ബി നമ്മൾ പാസ് ചെയ്യാം. സോ നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കിയാലോ സിയിൽ എന്താണ് ഔട്ട്പുട്ട് വരുന്നത് എന്നുള്ളത്. സോ 0 ആണ് ഈ സിയിൽ നമുക്ക് ഔട്ട്പുട്ട് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാലും സെയിം ഔട്ട്പുട്ട് തന്നെ ആയിരിക്കും വരാം. നമ്മൾ തിരിച്ചിട്ട് നോക്കാം ബി, പിന്നെ അതുപോലെ തന്നെ എ. ഓക്കെ, ഷിഫ്റ്റ് F10 കഴിയില്ലേ. ഇതിൽ നമുക്കിപ്പോൾ 2 വന്നു. സോ ഇതെന്താണ് ഇപ്പോൾ തിരിച്ചിട്ടിപ്പോൾ നമുക്കിപ്പോൾ ഒരു ഇഷ്യൂ വന്നു. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാറ്, ഇപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ കണ്ടില്ലേ 0 വന്നത് ഇവിടെ എത്രയും 2 ആയി മാറി ഷിഫ്റ്റ് ഇട്ടപ്പോൾ. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു ഒന്നുമില്ല. അതായത് നമ്മൾ ഡിവൈഡ് ചെയ്യില്ലേ, അപ്പോൾ എ ഡിവൈഡഡ് ബൈ ബി എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ റിമൈൻഡർ ഉണ്ട്. ഈ റിമൈൻഡറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ വാല്യൂ എന്ന് പറയുന്നത്. സോ റിമൈൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വരുന്ന വാല്യൂസാണ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്കിത് ഇപ്പോൾ ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കണക്കറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ റിമൈൻഡർ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. സോ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫിഗ്മ വരുന്ന പോയി നോക്കിയേക്കാം. സോ ഇതാണ് നമ്മുടെ ഫിഗ്മ. നമുക്ക് പഠിക്കാൻ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഫിഗ്മ നോക്കുന്നത്. സോ നമുക്കിപ്പോൾ ഒരു PC ഉണ്ടാക്കാം. സോ ഇതാണ് നമ്മുടെ പിസ. ഒരു ഓക്കെ, Ctrl+D എന്നല്ലേ പിസയുടെ ഏകദേശം ഒരു രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മതി. ഇപ്പം നമുക്ക് പിസ എടുക്കണമെങ്കിൽ എത്ര കഷ്ണമാക്കണം പിസ? ഏകദേശം നമുക്ക് 4 കഷ്ണമാക്കാം. 4 വേണ്ട, നമുക്ക് 2 കഷ്ണം തന്നെ ആക്കാം. അല്ലെങ്കിൽ വേണം, പിസ 4 കഷ്ണമല്ലേ, 4 കഷ്ണത്തിലേക്ക് തന്നെ ആക്കാം. ഇപ്പോൾ പറഞ്ഞാൽ എളുപ്പമായിരിക്കും. പിസയ്ക്ക് കുറച്ച് ഭംഗി കുറവുണ്ട്, നിങ്ങൾ ക്ഷമിക്കേണ്ടതാണ്. പിസയുടെ ഭംഗി കുറവിൽ ഏകദേശം ഇപ്പോൾ ഒരു പിസ ആയിട്ടുണ്ട്. പിസയുടെ കളർ കുറച്ച് മാറ്റാം, പിന്നെ ഒപ്പാസിറ്റി കുറച്ച് കുറഞ്ഞു. ഓക്കേ, Ctrl+D. ഓക്കെ, ഇപ്പം നമുക്ക് PC ആയിട്ടുണ്ട്. സോ ഇതിലിപ്പോൾ നമ്മൾ ഈ PC ഉണ്ടാക്കിയ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ ഒരു പ്രോഗ്രാമിങ് ചെയ്തായിരുന്നു. ഇപ്പോൾ ഡെസിമലിൻ്റെ പ്രോഗ്രാമിങ്. ഇപ്പോൾ നമ്മൾ നേരത്തെ നമ്മളിപ്പോൾ ചെയ്ത പ്രോഗ്രാമിൽ ഇപ്പോൾ 4 പീസ് പിസയാണ്. സോ 4 പീസ് പിസ നമുക്കിവിടെ കൊടുക്കാം. ഇപ്പോൾ 10 ആയത് നമുക്ക് 4 ആക്കാം. 4 പീസ് പിസ 2 പേർക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര പിസ ബാക്കി ഉണ്ടാവും എന്നുള്ളതാണ് ഈ പ്രോഗ്രാം. കണ്ടില്ലേ, 0% പിസ നമുക്ക് ബാക്കി ഉണ്ടാവും. അതായത് ഇപ്പം ഇതൊരു പിസ. ഓക്കെ, ഇതിപ്പോൾ ഞാനൊരു പേഴ്സണ് കൊടുക്കാൻ പോവാം. ഇപ്പം ഞാനിപ്പോൾ ഒരു പേഴ്സൺ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രണ്ടാമതൊരു പേഴ്സണെ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ 2 പേഴ്സണ് ഞാൻ പിസ പാസ് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ ആദ്യത്തെ ഒരു പേഴ്സണ് ഒരു പിസ കൊടുത്തു. ഓക്കെ, രണ്ടാമത്തെ പിസ ഈ പേഴ്സണ് കൊടുത്തു, മൂന്നാമത്തെ പിസ ആൾക്ക് കൊടുത്തു, 4ാമത്തെ പിസ ഈ ആൾക്ക് കൊടുത്തു. സോ ഇത്രയും പിസയാണ് ഞാൻ ഇയാൾക്ക് ഷെയർ ചെയ്തത്.
സോ ഇതിലിപ്പോൾ നമുക്കിപ്പോൾ അറിയാവുന്ന പോലെ തന്നെ എത്ര 2 പേർക്കും തുല്യ അളവിൽ നമുക്ക് പിസ്സ കിട്ടി. ഇപ്പം നേരെ മറിച്ച് ഇപ്പം ഇതുപോലെ തന്നെയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമുക്ക് പിസ്സയുടെ ഇതുകളൊക്കെ മാറ്റി വയ്ക്കാം. ഓക്കെ, ഇതിലിപ്പോൾ ഇത്രയും പീസ് നമുക്ക് ബാക്കിയുണ്ട്. ഫ്രെയിം കുറച്ച് വലുതാകാം. സോ ഇതിലിപ്പോൾ നമുക്ക് കുറച്ച് പീസ് നമുക്ക് കളയാം. ഇപ്പോൾ ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു പീസ് ഡിലീറ്റ് ചെയ്തു. ഇപ്പോൾ 2 പീസാണ് നമുക്ക്. ഇപ്പോൾ 2 പീസില്ല. ടോട്ടൽ ഇപ്പോൾ 1 2 3 4 5 6 7 പീസ് ഉണ്ട്. 7 പീസ് നമുക്ക് ബാക്കിയുണ്ട്. ഓക്കെ, അത് 2 പീസ 7 പീസ ആണ് നമുക്ക് ബാക്കി. അപ്പോൾ 1 കൊടുത്തു, 2, മൂന്നാമത്തെ പീസ് കൊടുത്തു, നാലാമത്തെ പീസ് കൊടുത്തു, അതിന് ഒരാൾക്ക് ഈ ഒരു പീസ് കൊടുത്തു, രണ്ടാമത്തെ പീസ് കൊടുത്തു, പിന്നെ നമുക്ക് ഒരു പീസ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഇവിടെ കൊടുക്കാം. അതായത് ഇപ്പോൾ 7 പീസ നമുക്ക് കൊടുക്കാം. അപ്പോൾ എത്ര വരും നമുക്ക് നോക്കാം. കണ്ടില്ലേ, 1 റിമൈൻഡർ വന്നു. അപ്പോൾ ആ 1 എവിടെ ഇരിക്കുന്നത്? ഇവിടെ ബാക്കി വരുന്നത്. ഇതാണ് നമ്മുടെ മൊഡ്യൂലാർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഓരോ പീസാണ് നമുക്ക് ഓരോരുത്തർക്ക് നമ്മൾ പാസ് ചെയ്തത്. സോ ഇതിൽ നമുക്ക് ബാക്കി വരുന്ന പിസ്സ, അത് 2 പേർക്ക് ഈക്വൽ ആയിട്ട് തുല്യ അളവിൽ നമ്മൾ വീതിച്ച പിസ്സയിൽ എത്ര പിസ്സ ബാക്കി വരുന്നത്, തുല്യമല്ലാത്ത രീതിക്ക് വരുന്ന പിസ്സയുടെ ബാക്കിയുള്ള അളവാണ് ഇത് റിമൈൻഡർ എന്ന് പറയുന്നത്. സോ ഇതാണ് മൊഡ്യൂളർ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇതാണ് വീഡിയോ മൊഡ്യൂളർ. സോ ഞാൻ പഠിച്ച സമയത്ത് ഇത് അങ്ങനെ കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടായില്ല. സോ ഈ പിസ്സയുടെ ഒരു സ്റ്റോറിയാണ് എനിക്കാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുന്നത്. സോ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇത് നിങ്ങൾക്ക് എന്തേ യൂസ് ചെയ്യുന്നത് വിചാരിക്കും. ഇപ്പം ഇൻ കേസ് നമുക്കിപ്പോൾ ഇതിപ്പോൾ ഒരു ഓഡ് നമ്പറാണോ ഈവൻ നമ്പറാണോ ചെയ്യാനുള്ള പ്രോഗ്രാംസൊക്കെ നമുക്ക് ഭാവിയിൽ വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഈ മൊഡ്യൂലാർ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം.